ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ്. അതായത് ഡിസംബർ 15 തൊട്ടിട്ട് ഡിസംബർ 21 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് 1 തൊട്ട് 7 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ തന്നെ 8 തൊട്ട് 14 വരെയുള്ള ഡിസംബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളും നമ്മൾ നോക്കിയിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ്. ഡിസംബർ 15 തൊട്ട് 21 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. സമയം ഒട്ടും കളയില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹു ഈസ് ദ ഇന്ത്യൻ പ്ലെയർ ഹു ഹോൾഡ്സ് ദ റെക്കോർഡ് ഓഫ് ബീങ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ താരലേല ചരിത്രത്തിൽ ഏറ്റവും വിലയേറിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ് എന്നാണ് ചോദ്യം. ഹു ഈസ് ദ ഇന്ത്യൻ പ്ലെയർ ഹു ഹോൾഡ്സ് ദ റെക്കോർഡ് ഓഫ് ബീങ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്? ദ റൈറ്റ് ആൻസർ ഈസ് ഋഷഭ് പന്ത്. ഓക്കെ, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ താരലേല ചരിത്രത്തിൽ ഏറ്റവും വിലയേറിയ താരം എന്ന റെക്കോർഡ് ഇന്ത്യൻ താരമായിട്ടുള്ള ഋഷഭ് പന്താണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സൗദിയിലെ ജിദ്ദയിലാണ് ലേലം നടന്നത്. ആ ലേലത്തിൽ 27 കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജയൻസ് ടീമാണ് മുൻ ഡൽഹി ക്യാപിറ്റൽസ് താരമായിട്ടുള്ള ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതേ ലേലത്തിൽ 26.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ താരം ശ്രേയസ് അയ്യരും ചരിത്രം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ 27 കോടി രൂപയ്ക്കാണ് ആര് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. 26 തൊട്ട് പിന്നാലെ തന്നെ ശ്രേയസ് അയ്യരും, അതും ഇന്ത്യൻ താരം തന്നെയാണ് അല്ലെ. 26.75 27 തന്നെയായി അല്ലെ. കഴിഞ്ഞ വർഷം 24.75 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെത്തിയ ഓസ്ട്രേലിയൻ പേസ് ബോളർ ആയിട്ടുള്ള മിച്ചൽ സ്റ്റാർക്കിന്റെ റെക്കോർഡാണ് ഇരുവരും തകർത്തിരിക്കുന്നത്. രണ്ടുപേരും ഇന്ത്യൻ താരങ്ങളാണ്. 120 ഇന്ത്യൻ താരങ്ങളെയും 62 വിദേശ താരങ്ങളെയുമാണ് ജിദ്ദയിലെ 2 ദിവസമായിട്ട് നടന്ന ലേലത്തിലൂടെ ഫ്രാഞ്ചൈസികൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു IPL ടീമിൽ അംഗമാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടം വൈഭവ് സൂര്യവംശിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 13 വയസ്സുകാരനാണ് കേട്ടോ. വെറും 13 വയസ്സ് മാത്രമാണ് വൈഭവിനായിട്ടുള്ളൂ. 1 കോടി രൂപ 1.10 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ആണ് ടീമിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു IPL ടീമിൽ അംഗമാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടം ആരാണ് നേടിയത്? വൈഭവ് സൂര്യവംശിയാണ് നേടിയത്. എത്ര വയസ്സാണ്? 13 വയസ്സാണ് ആയിട്ടുള്ളൂ. എത്ര കോടി രൂപയ്ക്കാണ്? 1.10 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ആണ് ടീമിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ താരലേല ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരം എന്ന റെക്കോർഡ് ആരാണ് സ്വന്തമാക്കിയിരിക്കുന്നത്? ഋഷഭ് പന്താണ്. 27 കോടി രൂപയ്ക്ക്. തൊട്ടു പിന്നാലെ തന്നെ ശ്രേയസ് അയ്യരുണ്ട് 26.75 കോടി രൂപയ്ക്ക്. ഏറ്റവും പ്രായം കുറഞ്ഞത് ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. അടുത്ത ചോദ്യം ഇതാണ്: വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് സ്പേസ് മിഷൻ ഇൻ ഹിസ്റ്ററി? അതായത് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ബഹിരാകാശ ദൗത്യം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? നാസാസ് വോയേജർ മിഷൻ ഈസ് ദ ലോങ്സ്റ്റ് സ്പേസ് മിഷൻ ഇൻ ഹിസ്റ്ററി അല്ലെ. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ബഹിരാകാശ ദൗത്യം ഏതാണ്? വോയേജർ 1 ആണ്. സാങ്കേതിക തകരാർ മൂലം നാസയുമായി ഇടയ്ക്കിടെ ബന്ധം നഷ്ടപ്പെടാറുണ്ട് കേട്ടോ ഈ ദൗത്യമായിട്ട്. സ്ഥിരം ഉപയോഗിക്കുന്ന ആശയവിനിമയ ട്രാൻസ്മിറ്റർ സംവിധാനത്തിന് പകരം 43 വർഷമായി ഉപയോഗിക്കാത്ത ഒരു ട്രാൻസ്മിറ്ററിലൂടെയാണ് ഇപ്പോൾ ആശയവിനിമയം സാധ്യമായിട്ടുള്ളത്. 1977 US വോയേജർ 1 ദൗത്യം വിക്ഷേപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പേസ് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹം ഉണ്ടല്ലോ. ചൊവ്വാഗ്രഹം 450 കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടപ്പോൾ മുതൽ അവിടെ ജലം ഉണ്ടായിരുന്നു എന്നാണ് സയൻസ് അഡ്വാൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പഠനം പറയുന്നത്. ഭൂമിയിൽ പതിച്ച ബ്ലാക്ക് ബ്യൂട്ടി എന്ന ഉൽക്കയിലെ പരീക്ഷണങ്ങളിലാണ് സൂചന. ഈ ചൊവ്വയിൽ സമുദ്രങ്ങളോളം ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലും ജലത്തിന്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് സൂചനകൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. 2011 സഹാറ മരുഭൂമിയിൽ നിന്ന് കണ്ടെത്തിയതാണ് LWA 7034 എന്ന ബ്ലാക്ക് ബ്യൂട്ടി ഉൽക്ക. ആ ഉൽക്കയിലാണ് ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയത്. അടുത്ത ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. ഹു ഈസ് അപ്പോയിന്റഡ് ആസ് ന്യൂ ഡയറക്ടർ ഓഫ് NIH? NIHലെ പുതിയ ഡയറക്ടർ ആരാന്നാണ് ചോദ്യം. NIH എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആണ് കേട്ടോ. അത് US ഉന്നത ആരോഗ്യ ഗവേഷണ സ്ഥാപനമാണ് NIH എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. അതിന്റെ ഡയറക്ടറായിട്ട് ഇന്ത്യൻ വംശജൻ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. ജയ് ഭട്ടാചാര്യ. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്.
അടുത്ത സർക്കാരിലെ ഉന്നത പദവിയിൽ ട്രംപ് നിർദ്ദേശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് കൊൽക്കത്തയിൽ ജനിച്ചിട്ടുള്ള ജയ് ഭട്ടാചാര്യ. 56 വയസ്സാണ് കേട്ടോ. സ്റ്റാൻഫർഡ് സർവകലാശാലയിലെ ആരോഗ്യ നയ രൂപീകരണ വിഭാഗം പ്രൊഫസറാണ് അദ്ദേഹം. അതുപോലെ തന്നെ വയോജനാരോഗ്യ വിഭാഗം ഡയറക്ടറുമാണ് ആര്? ജയ് ഭട്ടാചാര്യ. എത്ര വയസ്സാണ്? 56 വയസ്സാണ്. ഏതിൻ്റെ ഡയറക്ടറാണ്? NIH ഡയറക്ടറാണ്. എന്താണ് NIH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആണ്. US ഉന്നത ആരോഗ്യ ഗവേഷണ സ്ഥാപനമാണ്. അടുത്ത ചോദ്യം എത്രാമത്തെ ചോദ്യമാണ്? 4ാമത്തെ ചോദ്യമാണ് അല്ലേ. വെൻ ഈസ് വേൾഡ് സോയിൽ ഡേ സെലിബ്രേറ്റഡ് എവരി ഇയർ? വേൾഡ് സോയിൽ ഡേ എന്നാണ്? ഡിസംബർ 5-നാണ് വേൾഡ് സോയിൽ ഡേ. ഡിസംബർ 5 ഈസ് വേൾഡ് സോയിൽ ഡേ. ഓക്കെ. അടുത്ത ചോദ്യമാണ് 5ാമത്തെ ചോദ്യമാണ്. വെർ ഈസ് ഗെലിഫു മൈൻഡ്ഫുൾനെസ് സിറ്റി ബീയിങ് ലോഞ്ച്ഡ്? വെർ ഈസ് ഗെലിഫു മൈൻഡ്ഫുൾനെസ് സിറ്റി ബീയിങ് ലോഞ്ച്ഡ്? റൈറ്റ് ആൻസർ ഈസ് ഭൂട്ടാൻ. തെക്കൻ ഭൂട്ടാനിലെ ഒരു നഗരമാണ് കേട്ടോ ഈ ഗെലിഫു മൈൻഡ്ഫുൾനെസ് സിറ്റി എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, മൈൻഡ്ഫുൾനെസ്, അതായത് ശാന്തത, ക്ഷേമം, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്ത ഒരു നഗരമാണ് ഇത് ഗെലിഫു മൈൻഡ്ഫുൾനെസ് സിറ്റി എന്ന് പറയുന്നത്. എവിടെയാണ്? ഭൂട്ടാനിലാണ്. ഭൂട്ടാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടിമിന്നലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് കേട്ടോ ഭൂട്ടാൻ. ലോകത്തിൽ തന്നെ ആദ്യത്തെ പുകയില വിമുക്ത രാജ്യമാണ്. 2004-ലാണ് പുകയില വിമുക്ത രാജ്യമായിട്ട് മാറിയിട്ടുള്ളത്. ലോകത്തിലെ ആദ്യത്തെ തന്നെ പുകയില വിമുക്ത രാജ്യമാണ്. തെക്കനേഷ്യയിലെ രാജ്യഭരണം നിലനിൽക്കുന്ന ഏക രാജ്യമാണ് ഭൂട്ടാൻ. അപ്പോൾ ഇടിമിന്നലുകളുടെ നാട്, ലോകത്തിൽ തന്നെ ആദ്യ പുകയില വിമുക്ത രാജ്യം, തെക്കനേഷ്യയിലെ രാജ്യഭരണം നിലനിൽക്കുന്ന ഏക രാജ്യം. പുറന്തള്ളുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂട്ടാനാണ്. ബിരുദധാരികൾക്ക് മാത്രം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ കഴിയുന്ന ഏക രാജ്യം. രാജ്യത്തിന്റെ വിസ്തൃതിയുടെ 60% വനമായിരിക്കണമെന്ന് ഭരണഘടനയിൽ പരാമർശിക്കുന്ന ഏക രാജ്യമാണ് ഇത് ഭൂട്ടാൻ. ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ രാജ്യമാണ്. ലോകത്ത് ആദ്യമായിട്ട് സുഗന്ധ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഏതാണ്? ഭൂട്ടാനാണ്. ഇനി ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ് എന്നിവയാണ് ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. തലസ്ഥാനം തിംഫു ആണ്. നാണയം ഗുൽട്രം എന്നാണ് അറിയപ്പെടുന്നത്. ഔദ്യോഗിക ഭാഷ സോങ്ക. ദേശീയ മൃഗം എന്ന് പറയുന്നത് ഹിമാലയൻ ആടാണ്. ദേശീയ പക്ഷി കാക്കയാണ് കേട്ടോ. ദേശീയ പുഷ്പം നീലപ്പോപ്പിയാണ്. ദേശീയ ഗാനം എന്ന് പറയുന്നത് ട്രൂങ് സെന്തലാണ്. അപ്പോൾ ദേശീയ മൃഗം ഹിമാലയൻ ആടാണ്. ദേശീയ പക്ഷി കാക്കയാണ്. ദേശീയ പുഷ്പം ഏതാണ്? നീലപ്പോപ്പിയാണ്. ഭൂട്ടാനിൽ ഇലക്ഷൻ നടന്നിരുന്നു. ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത് 2008-ലാണ്. അപ്പോൾ 2004 പുകയില വിമുക്ത രാജ്യമായിട്ട് ഭൂട്ടാൻ മാറി എന്ന് നമ്മൾ പറഞ്ഞു. 4 വർഷം കഴിഞ്ഞതും അവിടെ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നു. ഭൂട്ടാന് ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് അമ്പെയ്ത്താണ്. അവിടുത്തെ ഔദ്യോഗിക മതം, അവർക്കൊരു മതമുണ്ട് ഔദ്യോഗികമായിട്ട്, ഏതാണ്? ബുദ്ധമതമാണ്. ഭൂട്ടാനിലെ ജനവിഭാഗം അറിയപ്പെടുന്നത് ഭൂട്ടിയ എന്ന പേരിലാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. അതായത് നമ്മൾ പറഞ്ഞല്ലോ, രാജ്യത്തിന്റെ വിസ്തൃതി 60% വനമായിരിക്കണമെന്ന് ഭരണഘടനയിൽ പരാമർശിക്കുന്ന ഏക രാജ്യമാണ്. അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പുറന്തള്ളുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ രാജ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരികയാണ്? ഗെലിഫു മൈൻഡ്ഫുൾനെസ് സിറ്റി വരാൻ പോവുകയാണ്. എവിടെയാണ്? ഭൂട്ടാനിൽ അല്ലേ. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. ഹൂ ടുക്ക് ഓത്ത് ആസ് എ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര? മഹാരാഷ്ട്രയിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ് എന്നാണ് ചോദ്യം. ആരാണ് മഹാരാഷ്ട്രയിലെ പുതിയ മുഖ്യമന്ത്രി? ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ് ആണ് അല്ലേ. ദേവേന്ദ്ര ഫട്നാവിസ് ഈസ് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര. ദേവേന്ദ്ര ഫട്നാവിസ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2024 ഡിസംബർ 5 മുതൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ട് തുടരുന്ന നാഗ്പൂരിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ്. മഹാരാഷ്ട്രയിലെ BJPയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഫട്നാവിസ് വസന്തറാവു നായിക്കിന് ശേഷം കാലാവധി തികച്ചു ഭരിച്ച ആദ്യ മുഖ്യമന്ത്രിയും കൂടിയാണ്. 2019 മുതൽ 2022 വരെ മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടും 2022 മുതൽ 2024 വരെ ഏക്നാഥ് ഷിൻഡെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ് 7ാമത്തെ ചോദ്യം. ഫ്രം വിച്ച് സ്റ്റേറ്റ് ഡസ് ഗർച്ചോള ഒറിജിനേറ്റ്? ഗർച്ചോള ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. ആ പേരിൽ തന്നെയുണ്ട്. ഗർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്?
വീട് എന്നാണ്. ചോള എന്ന് പറയുമ്പോൾ അറ്റയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഗർച്ചോള എന്ന് പറയുന്നത് ഒരു സാരിയാണ് കേട്ടോ, ഒരു ട്രഡീഷണൽ സാരിയാണ്. ഈ കല്യാണത്തിന് ബ്രൈഡൊക്കെ ഉടുക്കുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് ഗർച്ചോള എന്ന് പറയുന്നത്. അതിന് ഗവൺമെൻറ് ആ സ്റ്റേറ്റിലെ, നമ്മൾ ചോദ്യം ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഗർച്ചോള ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ് GI ടാഗ് കൊടുത്തിരിക്കുകയാണ് ഗർച്ചോള സാരിക്ക്. അതായത് GI ടാഗ് എന്ന് പറയുമ്പോൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഗർച്ചോള ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ്? ഗുജറാത്തിൽ നിന്നാണ് കേട്ടോ. ദ റൈറ്റ് ആൻസർ ഈസ് ഏതാണ്? ഗുജറാത്തിൽ നിന്നിട്ട് കമ്പട്ട് റീജിയൻ, ആ റീജിയനിൽ നിന്നാണ് ഗർച്ചോള ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സാരി നമ്മൾ പറഞ്ഞല്ലോ, ഈ സാരി ഗർച്ചോള എന്ന് പറയുന്ന ഈ ട്രഡീഷണൽ സാരി എന്ന് പറയുന്ന അവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ബ്രൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് കാരണം? അതായത് ഈ നമ്മൾ പറഞ്ഞല്ലോ ഗർച്ചോള എന്ന് പറയുന്നത് 2 വേർഡ്സിൻ്റെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. അതായത് ഗർ എന്ന് പറയുമ്പോൾ വീട്, ചോള എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പുതിയൊരു അറ്റയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ് ഈ ഗർച്ചോള എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ കല്യാണ പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്വന്തം വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ സിംപ്ലൈസ് ചെയ്തിട്ടാണ് ഈ ഗർച്ചോള എന്നുള്ള സാരി അവർ യൂസ് ചെയ്യാനുള്ള കാരണം. ഗുജറാത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രാചീന കാലത്ത് ഗുർജരം എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. അവിടെയും ഘ വന്നു അല്ലേ. ഗർച്ചോള സാരി ആയാലും ഗുർജരം എല്ലാം ഘ വെച്ചിട്ടാണ്. അപ്പം ഘ തുടങ്ങുന്ന എല്ലാം കൂടുതലും എന്താണ്? ഗുജറാത്താണ്. എല്ലാം അങ്ങനെയല്ല കേട്ടോ. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ്. 1600 കിലോമീറ്ററോളം കടൽ തീരമാണ് അവിടെ ഉള്ളത്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനമാണ്. നിലവിൽ വന്ന വർഷം 1960 മെയ് 1 തലസ്ഥാനം ഗാന്ധിനഗറാണ്. ഔദ്യോഗിക മൃഗം ഏഷ്യൻ സിംഹമാണ്. ഔദ്യോഗിക പക്ഷി ഗ്രേറ്റ് ഫ്ലെമിംഗോയാണ്. ഔദ്യോഗിക പുഷ്പം മേരിഗോൾഡ് ആണ്. ഔദ്യോഗിക വൃക്ഷം, അവിടുത്തെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? മാവാണ്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് received the prestigious SKOCH award for its initiative ശാസൻ അപ്ലിയാദാരി? അതായത് ഗവൺമെന്റ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ് എന്നാണ് അർത്ഥമാക്കുന്നത്. SKOCH അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? മഹാരാഷ്ട്ര ഗവൺമെന്റിനാണ്. മഹാരാഷ്ട്ര ഗവൺമെന്റ് received the prestigious SKOCH award for its initiative ഗവൺമെന്റ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലെ പുതിയ ചീഫ് മിനിസ്റ്റർ ആരാണ് നമ്മൾ പഠിച്ചായിരുന്നു? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് നമ്മൾ പഠിച്ചായിരുന്നു. മഹാരാഷ്ട്രയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്? ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. എന്താണ് അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവസായികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഇന്ത്യയുടെ പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. പാഴ്സി മതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ജൈന മതക്കാർ. അപ്പോൾ അവിടെ ബുദ്ധമതക്കാർ കൂടുതലാണ്, പാഴ്സി മതക്കാർ കൂടുതലാണ്, ജൈന മതക്കാരും അവിടെ വളരെയധികം കൂടുതലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ സംസ്ഥാനമാണ്. ജനസംഖ്യ കൂടിയ 2ാമത്തെ സംസ്ഥാനമാണ്. സംസ്ഥാന അസംബ്ലി ഹാളിൽ മൊബൈൽ ഫോൺ നിരോധിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനമാണ്. നിലവിൽ വന്നത് 1960 മെയ് 1 സംസ്ഥാന മൃഗം ഇന്ത്യൻ ജയന്റ് സ്ക്വാറലാണ്. സംസ്ഥാന പക്ഷി യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ ആണ്. സംസ്ഥാന പുഷ്പം ജരൂർ. ഓക്കെ, അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ഹാസ് ഡെവലപ്ഡ് ദ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ RS-28 സർമത്ത്? ഏത് രാജ്യമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് റഷ്യ. റഷ്യ ഹാസ് ഡെവലപ്ഡ് ദ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ RS-28 സർമത്ത്. അടുത്ത ചോദ്യമാണ്, അവസാനത്തെ ചോദ്യമാണ്, 10ാമത്തെ ചോദ്യമാണ്. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് മഹാപരിനിർവൺ ദിവസ് എവരി ഇയർ? എന്നാണ് മഹാപരിനിർവൺ ദിവസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണത്? ഡിസംബർ 6 മഹാപരിനിർവൺ ദിവസ്. എന്താണ് മഹാപരിനിർവൺ ദിവസ് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിസംബർ 6 കറണ്ട് അഫയേഴ്സ്, കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഡിസംബർ 6 എന്ന് പറയുന്നത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു ദിവസമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡേറ്റ് ആണ് ഡിസംബർ 6 എന്ന് പറയുന്നത്. എന്താണ്? ഡെത്ത് ആനിവേഴ്സറി ഓഫ് അംബേദ്കർ. അപ്പം
അംബേദ്കറിൻ്റെ ഡെത്ത് ആനിവേഴ്സറിയാണ് നമ്മൾ മഹാപരിനിർവൺ ദിവസമായിട്ട് ആചരിക്കുന്നത്. അതെന്നാണ്? ഡിസംബർ 6-നാണ്. ഡിസംബർ 5-ൻ്റെ പ്രത്യേകത എന്താണ്? വേൾഡ് സോയിൽ ഡേ ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഡിസംബർ 5 വേൾഡ് സോയിൽ ഡേ ആണ്. ഡിസംബർ 6 എന്ന് പറയുന്നത് മഹാപരിനിർവൺ ദിവസമാണ്. ആരുടെ ഡെത്ത് ആനിവേഴ്സറിയാണ് അന്ന്? ആരുടെയാണ്? അംബേദ്കറിൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആണ് ഡിസംബർ 6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡിസംബർ മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.